അവിടെ അപ്പോഴും ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒക്കെ നോക്കുകയാണെങ്കിൽ 2019 എന്തോ വലിയ നേട്ടം പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ളതാണ് ഇല്ലേ? ഇപ്പോൾ അവിടെ അഭിനന്ദൻ വർദ്ധമാനെ അവിടെ പിടിക്കുന്നു, എന്നിട്ട് ഇന്ത്യക്ക് കൈമാറുന്നു. അവിടെ ഇന്ത്യയുടെ അഭിമാനമാണ് ചോർന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് 2019 ഞങ്ങൾ അങ്ങനെ ഒരു വലിയ ധൈര്യം കാണിച്ചു എന്ന് പാകിസ്ഥാൻ മീഡിയ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. പക്ഷേ വെറും കള്ളപ്രചാരണങ്ങളല്ലേ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ ജലയുദ്ധത്തിന് അപ്പുറത്തേക്ക് തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയാൽ ഇപ്പോൾ പാകിസ്ഥാന് അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒന്നാണോ? പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം പ്രോപ്പഗൻഡ യുദ്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു മിലിറ്ററി പാരിറ്റിയും ഇല്ല. ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു വീരവാദങ്ങൾ പറയുന്നു എന്നതല്ലാതെ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ ഒരു മിലിറ്ററി പാരിറ്റി ഇല്ലാത്ത രാജ്യമാണ്. പിന്നെ ഇതുപോലുള്ള പ്രസ്താവന സാഹിത്യം ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവനയിൽ എത്ര അപക്വമായ ഒരു പ്രസ്താവനയാണ്. ആണവമായി പ്രതികരിക്കുമെന്ന്. കാരണം ഇവിടെ ആരാണ് ബിലാവൽ ഭൂട്ടോ? ആരാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ബെനസിർ ഭൂട്ടോയുടെയും സർദാറിയുടെയും മകൻ ബിലാവൽ അവരെന്തറിയുന്നു? കാരണം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? നേരത്തെ ഡോക്ടർ ജി ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ സൈന്യമാണ് എല്ലാം. അപ്പൊ സൈന്യത്തിന്റെ തീരുമാനമനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വികാരം ആളി കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവന മാത്രമാണത്. അവിടെ സിന്ധു നദിയിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുമെന്നാണല്ലോ ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അത് അപക്വമായ ഒരു പ്രസ്താവനയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം, നടക്കുന്ന കാര്യമല്ലെന്നും അറിയാം. സിന്ധു നദിയിൽ നിന്ന് ഇന്ത്യ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതാണ് അത്തരം ഒരു പ്രകോപനത്തിന് കാരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. 2016 ശ്രീ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയതാണ് ഉറി ആക്രമണത്തിന് ശേഷം. അതായത് വെള്ളം ഒഴുകുന്നതിനെ കുറിച്ചും രക്തം ഒഴുകുന്നതിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളമാണോ ജലമാണോ ഒഴുകുന്നത് നോക്കി കാണാം എന്ന രീതിയിൽ. ഇതെല്ലാം ഒരു പ്രസ്താവനാ സാഹിത്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനാ സാഹിത്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഇന്ത്യ ഒരു തന്ത്രപരമായ ഒരു നയതന്ത്രപരമായ ഒരു വലിയ ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയാണ് അവിടെ നടത്തിയത്. ജലം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എത്രയോ യുദ്ധങ്ങളും പോരാട്ടങ്ങളും കണ്ട രണ്ട് രാജ്യങ്ങളാണ്. 1947 ശേഷം 3 മഹായുദ്ധങ്ങൾ, കാർഗിൽ യുദ്ധം എന്ന ചെറിയൊരു യുദ്ധം, പിന്നെ അനവധി നിരവധി നുഴഞ്ഞുകയറ്റങ്ങൾ. അവിടെയൊന്നും പ്രയോഗിക്കാത്ത ഒരു ആയുധം അല്ല എങ്കിൽ നയതന്ത്രപരമായ ദൃഢമായ തീരുമാനം ഈ കരാർ പിൻവലിച്ചതിലൂടെ, സിന്ധു നദീജല കരാർ പിൻവലിച്ചതിലൂടെ ഇന്ത്യ പോലും ഇപ്പോൾ കുറേയേറെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടു തുടങ്ങിയ പ്രസ്താവനകൾ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ സിന്ധു നദിയിൽ നിന്ന് വെള്ളം ഏത് രീതിയിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകാതിരിക്കും, എങ്ങനെ തടയും എന്നതും ഉണ്ടല്ലോ. സാങ്കേതികമായ ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ അതിൽ 3 പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചു എന്നുള്ളതാണല്ലോ. അത് പെട്ടെന്ന് തന്നെ നടപ്പാക്കാവുന്ന ചില പദ്ധതികൾ, പിന്നെ മീഡിയം ടൈം പദ്ധതികൾ, പിന്നെ ലോങ് ടൈം പദ്ധതികൾ. അതിൽ ലോങ് ടൈം പദ്ധതികൾ വലിയ ഡാമുകളൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത് ഉടനെ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഉടനടി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ള സന്ദേശം നൽകലല്ലേ അതിന് പിന്നിലുള്ളത്? ഇതൊരു സന്ദേശമാണ്. അത് മാത്രമല്ല ഒരു നയ വ്യതിയാനം അവിടെ കാണുന്നു. ഈ അകത്ത് കയറി പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ ഭാരതം മടിക്കില്ല എന്ന ഒരു നയപ്രഖ്യാപനമായിരുന്നു 2016 ഉറി ആക്രമണം. ഉറിയിലെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കയറി അവർ മിലിറ്ററി പോസ്റ്റുകൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നു കയറി ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ, സൈനിക നടപടിയിലൂടെ ഒരു മറുപടി കൊടുത്തു. അതാണ് ആ പോളിസി ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ കാർഗിൽ എന്ന് പറയുന്ന അതിനുശേഷം വന്ന പുൽവാമ 3 യുദ്ധങ്ങളും വന്നു, 2 വലിയ ഭീകരാക്രമണങ്ങളും. ആ സമയത്ത് പോലും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയെങ്കിൽ പോലും ഉണ്ടായില്ല അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ അതിന് പോലും മടിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. നദീജലം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു നയം എടുത്തിരിക്കുകയാണ്. ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി രാജ്യത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ ഒരു പവർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ മാത്രമല്ല ഒരു ഇച്ഛാശക്തി കാട്ടിയിരിക്കുകയാണ്. പലപ്പോഴും സർക്കാരുകൾ കാട്ടാത്ത ഒരു ദൃഢതയും ഇച്ഛാശക്തിയുമാണ്. ഇത് ശ്രീ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് നടപ്പാക്കിയെടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അതിനൊരു റോഡ് മാപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം പദ്ധതികളെ കുറിച്ച് നമ്മുടെ ജലസേചനത്തിന് ചുമതലയുള്ള മന്ത്രി വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങളെടുത്ത് 4, 5, 6 ഒരു പതിറ്റാണ്ടോ എടുത്തുകൊണ്ട് അനവധി ചെക്ക് ഡാമുകളും വലിയ ജലസേചന പദ്ധതികളും ഡാമുകളും കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം തടഞ്ഞു നിർത്തുകയും റൂട്ട് ചെയ്യുകയും കനാൽ സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നടത്തേണ്ടതല്ല, ഘട്ടം ഘട്ടമായി. അതുകൊണ്ടാണ് ഇത് വലിയൊരു ബാർഗെയിനിങ് പോയിന്റ് ആണെന്ന് പറയുന്നത്.